നമസ്കാരം. ഇത് മുനമ്പത്തെ സന്തോഷ പ്രകടനം. മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഭരണഘടനാപരമായ സ്വത്തവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ലോക്സഭയിൽ പാസായ വഖഫ് ഭേദഗതി ബിൽ. പതിറ്റാണ്ടുകളായി പ്രീണന രാഷ്ട്രീയം തുടർന്ന കോൺഗ്രസ് ഇടത് സർക്കാരുകൾ വളർത്തിയെടുത്ത വഖഫ് സമ്പ്രദായം ഭരണഘടനാപരമായ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുകയും പലപ്പോഴും വ്യക്തികൾക്ക് സ്വത്തവകാശം നിഷേധിക്കുകയും ചെയ്തു. ഈ ഭേദഗതി സമത്വം പുനഃസ്ഥാപിക്കുകയും സ്വത്തവകാശം സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബാധിതർക്ക് ദീർഘകാലമായി ലഭിക്കാതിരുന്ന ആശ്വാസം നൽകുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും എല്ലാവർക്കും നീതിയും തുല്യ അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ്. 1995 വഖഫ് ഭേദഗതി ബിൽ 1995 വഖഫ് ആക്ടിൽ നിന്ന് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന നിയമം 1995 എന്നാക്കി പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ദീർഘകാല ഉപയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരം അല്ലെങ്കിൽ എൻഡോമെന്റ് വഴി ഒരു സ്വത്തിന് വഖഫ് സമ്പത്തായി പ്രഖ്യാപിക്കാൻ നിലവിലെ നിയമം അനുവദിക്കുന്നു. എന്നിരുന്നാലും ഭേദഗതി ചെയ്ത ബിൽ പ്രകാരം കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ. പ്രഖ്യാപിക്കപ്പെടുന്ന സ്വത്തിന്റെ ഉടമസ്ഥാവകാശം ആ വ്യക്തിക്ക് തന്നെ ആയിരിക്കണമെന്ന് ബിൽ കൂടുതൽ വ്യക്തമാക്കുന്നു. ഭേദഗതി ബിൽ വഖഫിനെ ഉപയോക്താവ് എന്ന പദത്തിൽ നിന്ന് ഒഴിവാക്കുകയോ മതപരമായ ആവശ്യങ്ങൾക്കായി ദീർഘകാല ഉപയോഗം മാത്രം അടിസ്ഥാനമാക്കി സ്വത്തുക്കളെ വഖഫായി കണക്കാക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. ഒരു സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി എങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് നിലവിലെ നിയമത്തിൽ വ്യക്തമായ നിർദ്ദേശമില്ല. എന്നിരുന്നാലും വഖഫ് ഭേദഗതി ബിൽ 2025 പ്രകാരം വഖഫ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഏതൊരു സർക്കാർ സ്വത്തും അങ്ങനെ തന്നെ ഇല്ലാതാകും. മാത്രമല്ല, അനിശ്ചിതത്വം ഉണ്ടായാൽ ജില്ലാ മജിസ്ട്രേറ്റോ പ്രദേശത്തെ കളക്ടറോ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. വസ്തു സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണ്ടെത്തിയാൽ കളക്ടർ റവന്യൂ രേഖകൾ അപ്ഡേറ്റ് ചെയ്യും. 1995 വഖഫ് നിയമം അതിർത്തി പെട്രോളിങ്ങിന് ഒരു സ്വത്ത് വഖഫാണോ എന്ന് അന്വേഷിക്കാനും നിർണ്ണയിക്കാനും അധികാരം നൽകുന്നു. എന്നിരുന്നാലും 2025 ഭേദഗതി ബിൽ ഈ വ്യവസ്ഥ നീക്കം ചെയ്യുന്നു. 1995 വഖഫ് നിയമത്തിൽ വഖഫ് സർവേ ചെയ്യുന്നതിന് ഒരു സർവേ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ ഭേദഗതി ബില്ലിൽ കളക്ടർക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ സർവേ നടത്താൻ അധികാരം നൽകുന്നു. സംസ്ഥാന റവന്യൂ നിയമങ്ങൾ അനുസരിച്ച് തീർപ്പാക്കാത്ത ഏതൊരു സർവേയും നടത്തും. വഖഫ് ബോർഡിൽ 2 മുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഷിയ സുന്നി മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് കുറഞ്ഞത് ഓരോ അംഗമെങ്കിലും. സംസ്ഥാനത്ത് വഖഫ് ഉണ്ടെങ്കിൽ ബൊഹ്റ, അഗാഖാനി സമുദായങ്ങളിൽ നിന്ന് ഓരോ അംഗം വീതം ഉണ്ടായിരിക്കണം. ബോർഡിൽ കുറഞ്ഞത് 2 അംഗങ്ങളെങ്കിലും സ്ത്രീകളായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുമ്പോൾ ഭേദഗതി ബിൽ 2 മുസ്ലിം അംഗങ്ങൾ സ്ത്രീകളായിരിക്കണമെന്ന് പറയുന്നു.
1995 നിലവിലെ വഖഫ് നിയമം വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങൾ ട്രിബ്യൂണലുകൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ട്രിബ്യൂണലുകളുടെ ചെയർമാൻ ക്ലാസ് 1 ജില്ലാ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജിക്ക് തുല്യമായ റാങ്കിലുള്ള ജഡ്ജിയായിരിക്കണം. അതേസമയം 2025 വഖഫ് ഭേദഗതി ബിൽ നിലവിലുള്ളതോ മുൻ ജില്ലാ കോടതി ജഡ്ജിയോ ചെയർമാനോ സംസ്ഥാന സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള നിലവിലെ അല്ലെങ്കിൽ മുൻ ഉദ്യോഗസ്ഥനായും വഖഫ് തർക്കങ്ങൾ പരിഹരിക്കാൻ അനുവദിക്കുന്നു. പഴയ ബിൽ സംസ്ഥാനത്തെ വഖഫ് വരുമാനത്തിന്റെ എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും 15% കൂടുതൽ ഷിയ വഖഫ് ആണെങ്കിൽ സുന്നി ഷിയ വിഭാഗങ്ങൾക്കായി പ്രത്യേക വഖഫ് ബോർഡ് സ്ഥാപിക്കാൻ അനുവദിക്കുന്നു. അതേസമയം 2025 വഖഫ് ഭേദഗതി ബിൽ അഖഖാനി, ബോറ വിഭാഗങ്ങൾക്ക് പ്രത്യേക വഖഫ് ബോർഡുകൾ അധികാരം നൽകുന്നു. 2025 വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിന് ഇനി പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്നു. രജിസ്ട്രേഷൻ, വഖഫ് അക്കൗണ്ടുകളുടെ പ്രസിദ്ധീകരണം, വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങളുടെ പ്രസിദ്ധീകരണം ഇവയെല്ലാം വേണ്ടിവരും. എന്തായാലും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.